അപ്പോൾ എല്ലാവർക്കും നിവാണ്ടേക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന അടിപൊളി സ്വിച്ച് ബോർഡാണ്. വളരെ കനം കുറവാണ്, പൈസ ചിലവില്ല. നമുക്ക് ആ സ്വിച്ചിൻ്റെയും പ്ലഗിൻ്റെയും മാത്രമേ നമുക്ക് പൈസ ചിലവായിട്ടുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലിട്ട് തന്നെ പോകാം. നമ്മൾ ആ കടയിൽ പോയിട്ട് PVCയുടെ വേസ്റ്റായ പീസാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരെ സ്വിച്ചുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്തു നിന്നുള്ള അളവ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മളത് സ്ക്വയറായിട്ട് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് സ്വിച്ച് നമ്മൾ ഇറക്കി കൊടുക്കേണ്ടത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണിട്ടത്. നമ്മൾ അളവിനെടുത്ത് ഇറുക്കിലാണ്. ഇറുക്കിലെന്ന് പറയുമ്പോൾ നമുക്ക് ടേപ്പൊക്കെ പിടിക്കുമ്പോൾ ഈ സാധനം കടകളെ തെറ്റിപ്പോണ കാരണം നമ്മൾ ടേപ്പ് കൊണ്ടിൽ അളക്കണത് നമ്മൾ ഇറുക്കിൽ വെച്ചിട്ട് നമ്മൾ അളന്ന് നോക്കണം. എന്നിട്ട് നമ്മളത് ഒടിച്ചെടുത്തിട്ട് അത് എടുത്തിട്ട് മട്ടം എടുത്തിട്ട് നമ്മൾ സ്ക്വയറാക്കി അത് അതിൻ്റെ അളവെല്ലാം എടുത്തിട്ട് സ്ക്വയറാക്കിയിട്ട് നമ്മളത് നേരെ സാൻഡറിന് കട്ട് ചെയ്ത് ഹോളടിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളിനിയിപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുത്തേക്കണം. ഒരു ലൈൻ നമ്മളിങ്ങനെ സ്വിച്ചുമ്പോൾ കണക്ട് ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ അത് കറക്റ്റായിട്ട് റെഡിയാക്കിയിട്ട് വെച്ചത്. അതിന് ഒരുപാട് ടൈം എടുക്കേണ്ടതുകൊണ്ട് അത് വീഡിയോസ് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഓരോ സ്വിച്ചുമ്പോൾ ഓരോ ലിങ്കായിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലഗിലേക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു ലൈൻ നേരെ കൊടുക്കണമല്ലോ, ന്യൂട്രൽ ലൈനെ കൊടുക്കണമല്ലോ. അപ്പോൾ അത് നമ്മളും അങ്ങനെ കൊടുക്കുകയാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനിപ്പോൾ ഓരോ സ്വിച്ചുമേന്നും ഓരോ പ്ലഗിലോട്ട് ഓരോ കണക്ഷൻ നമ്മൾ കൊടുക്കണം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുണ്ട്. പിന്നെ എല്ലാ സാധനവും നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുത്ത് നല്ല കറക്റ്റ് അടയാളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ സാധനം ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ എർത്തിൻ്റെ ലൈൻ കൊടുക്കേണ്ട. അതുപോലെ അത് കണക്റ്റ് ആയിട്ട് എടുത്തിട്ട് എർത്തിൻ്റെ ലൈനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി കണക്ഷൻ്റെ കൊടുത്തു നോക്കാൻ പോകണം മെയിനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ കണക്ഷനും കൊടുത്തു കഴിഞ്ഞ് നമ്മളെല്ലാ വയറും ചെറുതാക്കി മുറിച്ചാലും നല്ല പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ അധികം വയറൊന്നും കാണാത്ത ഇങ്ങനെ അലവലാതെയായിട്ട് എടുക്കുമ്പോൾ ഇത് ഭയങ്കര അലമ്പായിരിക്കില്ല, കാണാൻ തന്നെ ഒരു മെനയുണ്ടാവും. സംഗതി കവർ ചെയ്ത് പോലും കാണാനൊരു ഭംഗി വേണ്ടേ. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാണാൻ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഇഞ്ചി എടുത്തേക്കുന്നത് 1 ഇഞ്ചിൻ്റെ പീസ് എടുത്തേക്കുന്നുണ്ട്. 1 ഇഞ്ചിൻ്റെ ആ PVCയുടെ ഷീറ്റ് നമ്മൾ മുറിച്ചെടുത്തിട്ട് നമ്മൾ ഈ സാധനം കറക്റ്റായിട്ട് നമ്മൾ പെർഫെക്റ്റായിട്ട് നമ്മൾ ആ സാധനം ഒട്ടിക്കണത്. നല്ല കറക്റ്റ് മട്ടമായിട്ടാണ് നമ്മൾ ഒട്ടിക്കണം, അല്ലെങ്കിൽ ആ ബോക്സ് ശരിവൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചിട്ട് അത് ഇനി ബോക്സ് ആക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനി അടിയിലെ പീസ് ഇനി സ്ക്രൂ ചെയ്ത് വെക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിട്ട് വയറൊക്കെ കയറ്റി നമ്മളെല്ലാ കണക്ഷൻ കൊടുത്തിട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ ന്യൂട്രൽ ഫേസും വന്നേക്കണ രീതിയിലും കൊടുക്കുകയും ചെയ്യുക. എർത്തും ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപാടിയൊക്കെ തീർന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തേക്ക് വെച്ചിട്ടുണ്ട് ബാക്കിൽ ഇനി ഒരു പീസ് വെച്ച് നമ്മൾ അത് സ്ക്രൂ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ 2 പീസ് നമ്മൾ വെച്ചേക്കുന്നത്. എന്നിട്ട് അതും വേണം നമ്മൾ ഈ ബാക്കിൽ പീസ് എടുത്ത് വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം. അപ്പോൾ മെയിൻറ്റെയിൻസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്ലഗിൽ കൊണ്ട് നമുക്ക് കൊടുത്തു നോക്കാം, സാധനം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രില്ല് ആദ്യമായിട്ട് കുത്തി വെക്കേണ്ട സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്ത സാധനം വർക്കിംഗ് ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് പൈസ ഒന്നും ചിലവായിട്ടില്ല. അതായത് നമുക്ക് ചിലവാക്കണ അങ്ങനെ പ്ലഗിൻ്റെയും 3 പ്ലഗിൻ്റെയും 3 സ്വിച്ചിൻ്റെ മാത്രം പൈസ നമുക്ക് ചിലവായിട്ടുള്ളൂ. പിന്നെ എന്തായാലും ഭയങ്കര കനം കുറവാണ്. 1 ഇഞ്ച് 1.25 ഇഞ്ചോളം വലിപ്പം വരുള്ളൂ. നമുക്ക് 1 മണിക്കൂറൊന്നും ശ്രമിക്കുകയും നമുക്ക് ഇത്ര വലിയ ബോർഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ പോയി മേടിക്കുന്ന ഒരുപാട് പൈസ ഇതിന് വരും. അപ്പോൾ എന്താ പറയുക, എന്തായാലും നല്ല സൂപ്പറായിട്ട് സാധനം നല്ല ഭംഗിയുമായി അടിപൊളിയായിട്ടുണ്ട് സാധനം. അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 5 പൈസ ചിലവ് വന്നിട്ടില്ല. അതായത് നമ്മൾ നേരെ ഏതെങ്കിലും ഫാബ്രിക്കേഷൻ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് PVCയുടെ വേസ്റ്റായി കിടക്കുന്ന പീസുകൾ നമുക്ക് കിട്ടും. അത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. അങ്ങനെ വന്നേക്കണം ഈ സ്വിച്ചിൻ്റെ മാത്രം പൈസ നമുക്ക് ചിലവായിട്ടുള്ളൂ. പിന്നെ കടയിൽ പോയി സാധനം ഈ ബോർഡ് ചോദിക്കില്ല, എങ്ങനെ വരും 300-350 നമുക്ക് വരും. മാക്സിമം 1 മണിക്കൂർ നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
കനം എന്ന് പറയുമ്പോൾ കനം ഒരു 1.25 ഇഞ്ചോളം കനമാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.